ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് ഖത്തറിലുള്ള ഒരു തണുപ്പ്? 2 ദിവസമായിട്ട് ഭയങ്കര തണുപ്പിലെ ന്യൂ ഇയറിൻ്റെ തലേദിവസം മുതൽ. അയ്യോ, രാവിലെ ഒന്നും തീരെ പറ്റണില്ല കേട്ടോ. ഇന്നലൊക്കെ എങ്ങനെയൊക്കെ ഞാനിങ്ങനെ കഴിച്ചു കൂട്ടി പറയാം. ഉച്ചരിഞ്ഞിട്ട് ഈവനിങ്ങൊക്കെ ടൈമിൽ ഭയങ്കര കുളിര്, എന്തൊക്കെയോ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ത്യ ആണെങ്കിൽ തണുപ്പിനൊരു ചെരുപ്പുണ്ടായിരുന്നു ഇന്ത്യയിൽ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ വെച്ചിട്ട് എവിടെ പോയി, പ്രാവശ്യം മേടിക്കണം, അല്ലാണ്ട് പറ്റണില്ല. ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഇട്ടുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഇന്ന് ഞാൻ ചാനൽ തുറന്നില്ല. തുറക്കുമ്പോൾ നല്ല കാറ്റ്, മനസ്സായിക്കുമ്പോൾ കാറ്റ് പറ്റണില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ന്യൂ ഇയർ സെലിബ്രേഷനൊന്നും പോയില്ല കേട്ടോ. ഒന്നാമത് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് മെട്രോയിലൊക്കെ ഇല്ലാണ്ട് ഊബറൊക്കെ വിളിച്ച് 2 മണിയൊക്കെ വരും. ഇപ്രാവശ്യം 5:30ക്കൊക്കെ ഇക്കാക്ക് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ തണുപ്പും കാരണം വേണ്ട വെച്ച് ഇവിടെ തന്നെ മൂവിയൊക്കെ വേണ്ട അങ്ങനെ ഇരുന്ന്. നിങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ പോയ ആൾക്കാരെങ്ങനെയൊക്കെ ഉണ്ട് പറയും. അപ്പോൾ അതാ ഞാൻ രാവിലെ എണീറ്റ് ഫ്രഷപ്പായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഫ്രോസൺ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കട്ടെ ഞാൻ. അപ്പോൾ ഇപ്രാവശ്യം ഇതാ ക്യൂബേക്കിൻ്റെ മേടിച്ചേക്കാം. ഞാൻ തനിമയാണ് എപ്പോഴും മേടിക്കാറ്, പക്ഷെ തനിമ അന്ന് അവൈലബിൾ ആയിരുന്നില്ല. ക്യൂബേക്ക് ആണെങ്കിൽ എല്ലാ കടയിലും അവൈലബിൾ ആണ്, പക്ഷെ എനിക്കെന്തോ ഇത് വല്ലാണ്ട് അങ്ങോട്ട് സെറ്റായി തോന്നുന്നില്ല. വീതി കുറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര കട്ടി പോലെ. പക്ഷെ കുറേ ആൾക്കാർ അന്ന് ഞാൻ കമൻസിൽ ഏത് നല്ല ചപ്പാത്തി ചോദിച്ചപ്പോൾ കൂടുതൽ കമൻസ് ക്യൂബേക്ക് തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്ക് ക്യൂബേക്ക് അവിടെ ഇഷ്ടം തോന്നുന്നു, പക്ഷെ എനിക്കെന്തോ സെറ്റായിട്ട് വരുന്നില്ല. തനിമ കുറച്ചും കൂടി ഒരു സുഖം തോന്നി, പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചായ ഉണ്ടാക്കുമ്പോൾ പുതിനൊക്കെ ഇട്ട് കുടിച്ച് നോക്കിയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ആട്ടാ. ഞാൻ അപ്പോൾ തൊട്ടിട്ട് ഒന്നെങ്കിൽ പുതിന അല്ലെങ്കിൽ ഏലക്കായ ഇട്ടിട്ട് രാവിലെ തന്നെ ചായ കുടിക്കുക, ഭയങ്കര ഒരു സുഖമാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ മുട്ട റോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ചൂടാക്കിയെടുത്ത് പിന്നെ നല്ല ആവി പറക്കണ ചായയും. അപ്പോൾ ഒന്ന് വിളിക്കണ്ട വേണ്ടിയിട്ട് അമ്മ. വെള്ളം കുടിക്കുക കൊച്ചേ, വെള്ളം കുടിക്കാം. ഇഞ്ചി പിന്നെ വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോഴാണ് കൊച്ചുണ്ട് കൊച്ചുകൂടി കൊച്ചുണ്ട് കൊച്ചു. മതിയാ? ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാൻ പോകുമ്പോഴാണ് അയ്യ പണിച്ചത്. അമ്മ കഴിക്കട്ടെ കേട്ടാ. ഇടിക്കണോ? എന്തിനാ ഇടിക്കണോ? ചായ അതുപോലെ കുറച്ച് ദോശ ഉണ്ടാക്കില്ല കേട്ടോ. അല്പം ചപ്പാത്തി വേണ്ട പറഞ്ഞ ഇപ്പം ദോശ ഉണ്ടാക്കിയതാ. തിന്നോ എവിടെ അതാണ് തിണ്ടാവും. അതിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാ? ദോശയാണോ, ഭൂരിയാണോ, ചപ്പാത്തിയാണോ? ഭൂരി. പിന്നെ ചിക്കൻ പൊരിച്ചതാണോ ഇഷ്ടം, ചെമ്മീൻ പൊരിച്ചതാണോ ഇഷ്ടം? ചെമ്മീനാ? ചെമ്മീൻ പൊരിച്ച എത്ര തിന്നും? കുറഞ്ഞു. രാവിലെ എണിച്ചപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിലാണ് അല്ലേ?
ഒന്നും ഉഷാറായവന് തന്നെ. ഇത് ചാർജൊക്കെ കുത്തിവെച്ച് ബൈക്ക് സെറ്റ് ആയിട്ട് ഇപ്പം ഇതിൽ തന്നെ ഓടിച്ച് കളിക്കുക. ബാക്ക് അമർത്ത്, ബാക്ക് ഫ്രണ്ട്, അത് ഫ്രണ്ടില്ലേ ബാക്ക്. വാ അയ്യപ്പന് ഫേവറേറ്റാ. ഇങ്ങോട്ട് അങ്ങനെ ഓടിക്കാൻ പറ്റില്ല, അടിയിൽ വെക്കുക. ഫ്രണ്ടിക്ക് ഒക്കെ അറിയാം. ഓ ഗുഡ് ബൈ. മറ്റേതോ ലയോൺ. വായോ പല്ല് തേക്കാ, ബ്രഷ് ചെയ്യാ. രാവിലെ തന്നെ അനിമൽസ് ആയിട്ട് കളിക്കേ. നോ നോ നോ. ചെറുപ്പം മുതലേ ഏറ്റവും ഇഷ്ടം കളിക്കാൻ എനിമൽസ് ആട്ടാ. ഇത് കിട്ടിക്കഴിഞ്ഞ് കുറേ നേരം ഇതിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിക്കുക, നിരത്തി കളിക്കുക. ആകെ എനിമൽസിനോട് മാത്രം ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഒതുങ്ങി കളിക്കണ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ആണെങ്കിൽ അവൻ്റെ ഇത്ര 1 വയസ്സ് 1.5 വയസ്സ് മുതലുള്ള എനിമൽസൊക്കെ കേട്ടാ. ഒന്നും പോയിട്ടില്ല, കുറേയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ പെട്ടെന്ന് ആശാവില്ലല്ലോ ഇങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട്. അപ്പം ഇതുകൊണ്ട് കളിച്ചോളൂ ഇട്ടെ. നല്ല ഇഷ്ടമുള്ള സാധനങ്ങളാണ് അവനക്ക്. എന്താ വിശക്കുണ്ട്? ദോശ തരാ, പല്ലേച്ചിട്ട് വാ. പിന്നെന്താ ക്രോസോണാ? എന്നിട്ട് എനിക്ക് ഇവിടെ ഒക്കെ നശിപ്പിക്കാനല്ലേ പൊട്ടിച്ചിട്ടിട്ട്? മേലെ അടിയിലൊക്കെ ശരിക്ക് തേക്കിട്ടാ. മേലെ ഓക്കെ തുക്ക്. ഒന്നുകൂടി ശരിക്ക് തേക്ക്. പേസ്റ്റ് വരുന്ന അങ്ങനെ മുറുക്ക തേക്ക്. ഞാൻ തേച്ചത് കടി. ഇതിൽ വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളല്ലേ ഐബൂസ് കുളിക്കാൻ പോവല്ലേ? ഷവർ വരില്ല, തുറന്നോ? ഇപ്പൊ ചൂടുവെള്ളല്ല, ഇപ്പൊ തണുത്ത വെള്ളം. കുറച്ച് കഴിഞ്ഞാലേ ചൂടുവെള്ളം വരുള്ളൂ. ഇപ്പൊ എന്ത് വെള്ള? തണുപ്പാ? ചൂടുവെള്ളം ആക്കി തരാം. മാമ കുളിപ്പിച്ചേരാ. വെയിറ്റ് ഹാപ്പിയായാ? മാമ ഇപ്പൊ കുളിപ്പിച്ചേരാട്ടാ. മതി മതി, വാ 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 മതി. അയ്യോ മതി, ഇങ്ങോട്ട് കയറി മതി മതി. വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതിന് ദേഷ്യാട്ടാ. എന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ പാവല വിചാരിച്ച് കളിക്കാൻ വിടും. പക്ഷെ ഞാൻ വന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞില്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് കയറി പറഞ്ഞവൻ കയറില്ല. പിന്നെ ദേഷ്യം കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് എങ്ങനെയേ പിടിച്ച് കയറ്റുക. വെള്ളപ്രാന്തനാണ്. ദോശനാ ഇല്ല ദോശയാണ്. അവിടെ പോയിരിക്കേ. ചോക്ലേറ്റ് വേണ്ട, ഇത് വേണ്ട. ഒരെണ്ണം ഏത് വേണ്ടി പറയേ. ഫുള്ള് തിന്നണോട്ടാ. ആപ്പിളാ? ആപ്പിൾ ഫ്ലേവർ അത് ഇഷ്ടം ചോക്ലേറ്റിനാട്ടിയും. ദോശ കൊടുക്കാൻ വിചാരിച്ചപ്പോട്ട് എന്തായി ക്രോസോണാക്കി. ഇത് ഫുള്ള് ഇത് നോക്കിക്കോ. ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ ആകെ പരക്കും. ഒരു തുണ്ട തിന്നുള്ളൂ. ഞാൻ അതിൻ്റെ കളിയുള്ളൂ. രാവിലത്തെ ഭക്ഷണമൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെയാണ്. ദോശ തിന്നണം എടുത്ത് കഴിഞ്ഞിട്ട്. അതിനത് തിന്നേ ഫുള്ള് ഇവിടെ പൊടിച്ചിടാനല്ലേ ഇപ്പം എനിക്ക്. തിന്ന്
ഇതെന്താ ചെയ്യണ്? എന്താ ചെയ്യണ്? ഇതാണ് എന്റെ ക്രോസോൺ തീറ്റ അല്ലേ? അതിന് പൊടിച്ചിടുക ചെയ്യാ. ഇതാണ് ഇവിടെ നടക്കണത് എന്നും. കണ്ട ഇപ്പൊ കിട്ടും ഞാന്. ഇത് നോക്ക്, ഇത് തുടങ്ങി രാവിലത്തെ അംഗം വിട്ട് തുടങ്ങി. ഇനി ഓരോന്നായിട്ട് ഇവിടെ. ക്രീമില്ലാത്തോണ്ട് പൊടിച്ചിടുക ചെയ്യാ. കറിയാ കണ്ട, വെറുതെ തിന്നാണ്ട്. കണ്ട ഞാൻ ദോശ ഉണ്ടാക്കിയരാ. പോർന്ന് മതി. ക്രൊസോൺ കൊടുത്ത് ഇതാവും അവസ്ഥ എന്നൊക്കെ നല്ലപോലെ അറിയാം. പിന്നെ രാവിലെ തന്നെ അവനെ വെറുതെ കരയിപ്പിക്ക് മൂട് കളയണ്ട വിചാരിച്ചിട്ടാണ് കൊടുത്തത്. ഇനി ഇതിങ്ങനെ പിച്ച് ക്രീം മാത്രം നിന്നിട്ട് കണ്ട അങ്ങനെ വലിച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായി തുടങ്ങും. അവനക്ക് ഇങ്ങനെ വലിച്ചിടാൻ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ വൃത്തികേടാക്കിയിടാൻ. ഇക്കാണിങ്ങനെ പറക്കി നടക്കാനും. എന്ത് ഇപ്പൊ തരാ, ഈ ദോശ ഒന്നും ആക്കി തരാ. ചൂട് കൂടി അതല്ല, ദോശക്ക് ചൂട് കൂടി പറഞ്ഞ ചെന്നായേ. അപ്പൊ തന്നെ വേണം വെയിറ്റ് ചെയ്യടോ. എന്തുണ്ടാക്കണേ? നമ്മുടെ ദോശ ആക്കല എനിക്ക്. ഇത് ഫുള്ള് ദോശ തിന്നില്ലെങ്കിൽ ക്രൊസോൺ എന്നെ വെറുതെ നശിപ്പിച്ച്. ഈ ദോശയും കൂടി അങ്ങനെ ആക്കണ്ട കേട്ടോ. ഫുള്ള് തിന്നണ്ട കേട്ടോ. ദോശ എന്നിട്ട് ഇനി കളിക്കാട്ടാ. ടാബ് വേണം. ദോശ എന്നാ ടാബിലാണില്ല. ടാബ് നോക്കിയിരിക്കല, ദോശ തിന്നണം. ടാബ് നോക്കിട്ട് ഇങ്ങനെ ഞാൻ അടുക്കള പണി ടാബ് നോക്കി ഇങ്ങനെ ദോശ തിന്നാണ്ടിട്ടിട്ടില്ലേ. അവനക്ക് അങ്ങനെ ദോശ കൊടുത്തിട്ട് ഞാൻ ഇതാ കുറച്ച് ക്ലോത്ത്സ് വാഷിങ് ചെയ്യാൻ വന്നേക്കേട്ടാ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ അടുക്കളയിൽ പണിയിലുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ തൊട്ടിട്ട് അടുത്തിരുന്നില്ലെങ്കിൽ തിന്നേയില്ല. നമ്മൾ എന്തെങ്കിലും പണി കഴിഞ്ഞ് പോയാലും കാണും ഇങ്ങനെ വെച്ചിരിക്കണ്ടാവും അവിടെ. അപ്പോൾ അത് ഞാൻ അത് എത്തിയിട്ട് പോയാലും വെച്ചിരിക്കണ്ടാവും. നോക്കി നോക്കാം. നമുക്ക് പണികളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ അവൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ തീറ്റിപ്പിക്കും. പക്ഷെ പണികളുള്ള ദിവസമാണെങ്കിൽ നമുക്ക് പണി നടക്കണ്ടേ. അവൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ പണികൾ നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അത് ആ ക്യാരറ്റ് ഉപ്പേരി വെക്കാൻ വന്നേക്കേട്ടാ. അപ്പോൾ ഇന്നാണെങ്കിൽ ഒറ്റ ക്യാരറ്റുള്ളൂ കഴിഞ്ഞേക്കണേ. അപ്പോൾ അതന്നെ എടുത്തിട്ട് ഉപ്പേരി വെക്കും. ഒരു നേരത്തിന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുക. ഇവ ഇങ്ങനെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ കണ്ടില്ലേ. അവിടെ ഇങ്ങനെ ഇരിക്കുക വായിലും വെച്ചിട്ട്. അതിന് ദോശ ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. ദോശയൊക്കെ വേഗം തിന്നിരുന്നു. ഇപ്പോൾ ദോശയൊന്നുമില്ല, പഴന്നില്ല, ഒന്നും ഇഷ്ടമില്ലാണ്ടായേക്കണേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കണക്കായേക്കണം ഇപ്പോൾ. അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഇനി ഇടയിൽ പോയിട്ട് ഓരോ വായ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ചങ്ങായി അവിടെ ഇങ്ങനെ ഇരിക്കും. ദേഷ്യം വരും. കിടക്കുന്ന അവസാനം എൻ്റെ നല്ല അങ്ങോട്ട് കേട്ടൊന്ന് ചിലപ്പോൾ അടിയൊക്കെ കിട്ടിയാൽ വേഗം തിന്നും. അതുവരെ ഇങ്ങനെ ഇരിക്കും. കുട്ടികളെ അവസ്ഥ അങ്ങനെയല്ല. നമ്മൾക്ക് പണിയുള്ള വെച്ചാൽ നമുക്ക് അവിടെ ഇരിക്കാനും പറ്റൂലല്ലോ. ഉപ്പേരിയൊക്കെ ഇങ്ങനെ ചടപടേന്നായിട്ടാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അവനെ പോയി നോക്കുക, വീണ്ടും കൊടുക്കുക വരിക. അപ്പോൾ അവനെ ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ വിചാരിച്ച പോലെ ഷൂട്ടിങ്ങൊന്നും നടക്കില്ല. എല്ലാം കൂടി ചെയ്യണ ദിവസമാകുമ്പോഴേ. അപ്പോൾ അത് ഒരു ക്യാരറ്റോണിന് ഉപ്പ് ഞാൻ സാധാരണ 2 ദിവസത്തിന് വേണ്ടിയില്ല വെക്കാറ്. ഇന്നിപ്പോൾ ഇത് ഒരു നേരത്തിന് തന്നെ ഉണ്ടാവുള്ളൂ. ഇക്കാക്ക് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. കറിനാട്ടി ഉപ്പേരി നല്ലോണം തിന്നും. എനിക്കാണെങ്കിൽ ഉപ്പേരിയോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ കുറച്ചിങ്ങനെ എന്തെങ്കിലും പേരിനെടുത്ത് ദോശ കൊടുത്തു പോയിട്ട് നോക്കും. ഇത്ര ദോശ ബാക്കി. എനിക്ക് പഴം മതി. ഇത്ര പഴം ഇനി തിന്നില്ലെങ്കിൽ അന്ന് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. ഓരോന്നും ഇങ്ങനെ വെറുതെ
ദോശ കണ്ടില്ല പകുതി അവിടെ കിടക്കുന്നുണ്ട്. ഇനി പഴം മതി പറയണ്ട. ഇനി പഴം വാട്ടി കൊടുത്തിട്ട് തിന്നണം. നമ്മളെന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പോയി പണിയൊക്കെ പറയാത്തതേ, അവൻ എന്തേലും തിന്നണത് വയറ്റിക്ക് എത്തിക്കോട്ടെ വിചാരിച്ചിട്ട്. കാരണം ഇടയ്ക്ക് തിന്നൂലല്ലോ. അപ്പം നമ്മൾ തിന്നത് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ബാക്കി ഇത് എല്ലാത്തിനും ബാക്കി ഞാൻ തിന്നും. ഇതിനവസ്ഥ ചിലപ്പോൾ ഇതും അധികം തിന്നൊന്നുമില്ല, എന്നാലും കുറച്ച് കുറച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ വയറ്റിക്ക് എത്തേണ്ട രാവിലെ. ബൂസ്റ്റ് പിന്നെ വൈകിട്ട് കൊടുക്കുക ചെയ്യുക, അത് പിന്നെ കുഴപ്പമില്ലാണ്ട് കുടിക്കും. അതുപോലെ ഈ ദോശയും പഴമൊക്കെ അവനക്ക് ഇഷ്ടമായിരുന്നു, തിന്നിരുന്നിട്ട് കുഴപ്പമില്ലാണ്ട്. ഇപ്പം എന്താണെന്നല്ല, ഓരോ ദിവസം ചെല്ലും തോറും ചിലപ്പോൾ മടുക്കുണ്ടാവും, പക്ഷെ വേറെ ഒന്നും ട്രൈ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കണ്ട കണക്കിന് വായ വെച്ചിരിക്കും ജാമ്യ. ആ പഴം നോക്ക്, രണ്ടെണ്ണയും തിന്നാ. ഇറക്കേ ഭക്ഷണം കണ്ട 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 ഇറക്കേ ഇറക്ക ഇറക്ക. നോക്ക് മതി. കണ്ട പഴം കണ്ട ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ഇക്ക് പിന്നെ ഭ്രാന്ത് പിടിച്ചോളി. ഞാൻ ഷാമിയക്കട എന്തെങ്കിലും കാട്ടിക്കോട്ടെ, ഷാമിയൊക്കെ കൊടുത്തിരുന്നു. എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. പഴം കുറച്ചൊക്കെ തിന്ന് ബാക്കിയത് അവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് എന്താണ് അവനക്ക് തലക്ക് വട്ടായേക്കുന്നത്? ഓ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, കളിക്കൊരു കുറവില്ല അല്ലേ ഇപ്പൊ. ഓട്ടിച്ച് ചമ്പാറാക്കി പപ്പാനെ. പപ്പ തോറ്റൂടാ. ഓഹ്യോ ഓഹ്യോ പപ്പ തോറ്റൂടാ. ഓഹ്യോ ഹാപ്പി ഹാപ്പി. മീനൊന്നും കിട്ടിയില്ല. അപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചിക്കൻ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ ഉരുളങ്ങിയും എടുത്തിട്ട് അങ്ങനെ പൊരിക്കാൻ വിചാരിച്ച്. ഈ ഷാമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നലത്തെ മൂരിൻ്റെ ബാക്കിയുണ്ട്. പിന്നെ ഉപ്പേരിയും ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. ഇതെന്തത്? ഇതെന്തൊക്കെ കുറേ അനിമൽസ് ഉണ്ടല്ലോ. അതുപോലെ തോക്ക് സാമ്പാറല്ല മോര്. ഇങ്ങട് വാ ഇങ്ങട് വാ. ഒരു വായി തിന്ന് നോക്ക്. ഇങ്ങട് വാ, നല്ല കുട്ടികൾ. ഇങ്ങട് വാ ഇങ്ങട് വാ. നമ്മ കണ്ണടച്ചിങ്ങനെ നിൽക്കും. അപ്പൊ കുഞ്ഞിക്കിളി ഇങ്ങനെ ഓടി വരൂട്ടാ. ഉണ്ടല്ലോ, കണ്ണടച്ചിട്ടാ. കുഞ്ഞിക്കിളിയേ കുഞ്ഞിക്കിളിയേ കുഞ്ഞിക്കിളിയേ. ചോറ് തിന്നോക്ക്. ഉണ്ട് ഇറക്ക് ഇറക്ക്. മോര് വേണ്ടേ? പിന്നെ എന്ത് വേണ്ട? കരയണ്ട, തിന്നോ. 2-3 തുപ്പല്ലേ. കണ്ടില്ലേ ചോറിൻ്റെ അവസ്ഥ ഇതാണ്. ചോറ് അങ്ങോട്ട് കൊടുന്നു കഴിഞ്ഞ് കരച്ചില കണ്ടില്ല, നല്ല കരച്ചില. തീരെ അവനക്ക് വെറും ചോറ് പറ്റില്ല. അങ്ങനെ ഇരുന്ന് കരയും, കുറേ നേരം വായ തുറക്കാണ്ടിരിക്കുക, തൊണ്ടവനെ. നമുക്കിങ്ങനെ കാണുമ്പോൾ പാവമൊക്കെ തോന്നും. പക്ഷെ ഞാനെന്താ വെച്ചാൽ ചോറ് തിന്നിങ്ങനെ ഇതാക്കണ്ടേ, കുറച്ച് വലുതാവില്ല. കഞ്ഞി മാത്രമായിട്ട് കരച്ച് ഞാൻ എന്നും ഇങ്ങനെ കൊടുത്തു നോക്കുന്നത്. അവൻ ഇങ്ങനെ കരഞ്ഞ് പൊളിച്ച് ആകെ 2 വായ തിന്നും. അവസാനം ഞാൻ വീണ്ടും കഞ്ഞി തന്നെ കൊടുത്തു നോക്കും. ഇതന്നെയാണ് എന്നും ഇവിടെയുള്ള അവസ്ഥ. ഞാൻ ചോറും കുറച്ച് ക്യാരറ്റ് ഉപ്പേരിയും മോരും ഉരുളങ്ങിയും പൊടിച്ചതും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കൊടുത്തു. കരച്ചിലാണ് കഴിച്ചില്ല. 2 വായ തന്നെ എത്ര നേരം പിടിച്ചെന്ന് പറയാം. പക്ഷെ നെയ്ച്ചോറും മന്തി പിന്നെ അവന് കുഴപ്പമില്ലാണ്ടിട്ട് കഴിക്കണ്ടിട്ടാ. ഒരു 5-6-7 വായൊക്കെ കഴിക്കും. പക്ഷെ ഇത് കാണുമ്പോഴാണ് കരച്ചിൽ തീരെ അങ്ങോട്ട് ഇതാവില്ല. എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആവില്ലല്ലോ. ശരി, അവൻ കഴിക്കില്ല, ഭക്ഷണം കഴിക്കാത്ത കുട്ടിയാന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് മെൻ്റലി നമ്മൾ ഓക്കെ ആവണില്ല. ഞാനങ്ങനെ കുട്ടികളുടെ കാര്യത്തിലേക്ക് ഇപ്പോൾ വയ്യാണ്ടായപ്പോൾ അങ്ങനെ പെട്ടെന്ന് പാനിക്കാവുക, കരയണം, അങ്ങനത്തെ ആളെ അല്ല കേട്ടോ ഞാൻ. ഇപ്പോൾ വയ്യാണ്ടായാലും
ഇപ്പോൾ പനി വന്നാലും അല്ലെങ്കിൽ പെട്ടെന്ന് വീഴുക അങ്ങനെയൊക്കെ ആയാലും ഞാൻ കുറച്ചൊരു ശാന്ത, അങ്ങനെ പെട്ടെന്ന് അയ്യോ എൻ്റെ മോനിക്ക് പോയി അങ്ങനെ കരയണ ആളൊന്നുമില്ല. ഞങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ കരയിൽ കുറവാണ്. പക്ഷേ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണം. ഒരു ദിവസം ഉച്ചയ്ക്കും രാവിലെ ഒക്കെ കഴിക്കാണ്ടാവുമ്പോൾ നമുക്ക് 2 ദിവസമായി ഇങ്ങനത്തെ കേട് തുടങ്ങിയിട്ട്, അപ്പോൾ നമുക്ക് നമ്മളതൊരു കൈവിട്ട് പോണ അവസ്ഥ ആവില്ലേ. ഇത് ഭയങ്കര സങ്കടമായിരുന്നു, ദേഷ്യമൊക്കെ കരച്ചിലൊക്കെ. ഞാൻ അങ്ങനെ കരയുമ്പോൾ അവൻ പറഞ്ഞു അമ്മ സോറി സോറി. എന്ത് സോറി, അവൻ കഴിക്കണ്ടേ. ഞാൻ അതുപോലെയൊക്കെ ഒന്ന് ഉച്ചക്ക് TV കാണാനോ ഒന്നിനും മൂടുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയും ഫുഡ് കഴിച്ചിട്ട് എണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ടേബിൾ മേന്നെ ഇരുന്ന് കഴിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ TV കാണാണ്ടാ ഇല്ലെങ്കിൽ ടാബ് നോക്കാണ്ടൊക്കെ കഴിക്കൽ റയറായിക്കുക. അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഭ്രാന്ത് വരുമ്പോൾ അങ്ങനെ കഴിക്കുക. പിന്നെ ഇന്നൊക്കെ ഇങ്ങനെ ദേഷ്യം സങ്കടമൊക്കെ വന്ന് ഞാൻ അടിച്ചില്ല, അടിക്കാനുള്ളതുപോലൊക്കെ ഉണ്ടെന്നില്ല, അത്രയും സങ്കടം ദേഷ്യം തോന്നി. അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അതുപോലെ 2 എണ്ണം കൊടുത്തിട്ടൊക്കെ തീറ്റിക്കും. പക്ഷെ എന്താ കൊടുത്താൽ അങ്ങനെ വേണ്ട, അവർക്കൊരു ഇങ്ങനെ തിന്നുന്നല്ലാണ്ട് കാര്യമില്ല. അങ്ങനെയാണ് ഓരോ ദിവസങ്ങളിലെ അവസ്ഥ. പോകെ പോകെ ശരിയാവും എന്നൊക്കെ വിചാരിക്കണം. ചില ദിവസങ്ങളിലേക്ക് കുഴപ്പമൊന്നുമില്ല. ചില ദിവസം ഞാൻ എന്തായാലും ആക്കട്ടെ തിന്നില്ല എന്നുള്ള വിടും. പക്ഷെ ഓരോ ദിവസം നമുക്ക് ചില ദിവസം നമ്മൾ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ദിവസം എനിക്ക് തീരെ കഴിക്കാത്തതുകൊണ്ടേ ഭയങ്കരമായിട്ട് എൻ്റെ കൺട്രോൾ പോയ ദിവസം ഞാൻ അങ്ങനെ ഇതായിട്ട് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാ കുട്ടികളും മിക്ക കുട്ടികളും ഇങ്ങനെയായിട്ട് എൻ്റെ ഷൊർണ്ണൂർ തിക്കാട് മോനൊക്കെ ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരുണ്ട്, അറിയണവർ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ചില കുട്ടികളൊക്കെ ഇവൻ്റെ പ്രായമുള്ളവർ തിന്നുന്നവരുണ്ട്. നമ്മളിങ്ങനെ റീൽസൊക്കെ കാണുമ്പോഴേ ഇവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നേണ്ടത് കാണുമ്പോൾ നമുക്ക് ആകെ അയ്യോ എന്താ നമ്മളെ മോൻ തിന്നാത്തത് എന്നുള്ളൊരു ഇത് വരില്ലേ. പിന്നെ ഞാനതൊന്നും മൈൻഡാക്കില്ല, തിന്നേണ്ടത് നേരത്തെ. പിന്നെ ഞാൻ വിചാരിക്കണേ കുറച്ച് വലുതായി ശരിയായിക്കോളും. നമ്മൾ നഴ്സറിൽ എന്തെങ്കിലുമൊക്കെ വിട്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ തിന്നണം കണ്ടാൽ തിന്ന് പഠിക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ശരിയായിരുന്നോളും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ അവനെ ഒതുക്കി എത്തിയിട്ട് പാത്രങ്ങൾ കഴുകാണ്ടിരുന്നത് അത് കഴുകിക്കൊണ്ടിരിക്കട്ടെ, എന്നിട്ട് വേണം വേസ്റ്റ് കളയാനൊക്കെ പോകണം. എന്തിനാ സോറി? ചോറ് തിന്നാത്തേനാ? സാരല്ലേട്ടാ, കുഴപ്പമില്ല. ഓക്കെ, നാളെ തിന്നോ? നമ്മൾ വേസ്റ്റ് കളയാൻ പോകണം. ഇന്നലെ ഞാൻ ഭയങ്കര തണുപ്പായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല, അതുകൊണ്ട് 2 വേസ്റ്റ് ഉണ്ടെന്ന്. അതല്ല, കാർ ഓടിച്ചോന്ന്. ഉറങ്ങണ്ടേ? വെയിലിട്ടിപ്പോ വെയിലുണ്ട്, വാ. പിന്നെ ഉറങ്ങി വെച്ചിട്ട് കളിക്കാ പൊന്നാ? ആയിപ്പോ ഉറങ്ങി വെച്ചിട്ട് കളിക്കാ? പുച്ചല്ലേ? ഈ വെള്ളത്തിൻ്റെ കൂടി ഇവിടെ ഇതുണ്ടെന്നുള്ളൂ. ഇതും കൂടി ആയപ്പോ പൂർത്തിയായിട്ടാ ഞാൻ വെള്ളത്തിൽ നിന്ന് കളിക്കുക. എന്തൊക്കെ ഇവിടെ നോക്കിയേ. അല്ല, അതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ഇവന്റെ വിക്രസ്, ഇവന്റെ പണികൾ. മതി മതി മതി, എന്റെ നടി കിട്ടുമ്പോ ഉറങ്ങാവാ ഉറങ്ങാവാ. ഒറ്റക്ക് ഉറങ്ങാനാ? ഞാൻ ഉറക്കി തരാ. ഇതിപ്പോ ഒറ്റക്ക് ഉറങ്ങണം മറ്റോ ഉറങ്ങാണ്ട് ഇരുന്നിന്റെ നടി കിട്ടൂട്ടാ. എന്നാ റൂമിൽ പോയിട്ട് ഒറ്റക്ക് കിടന്ന് ഉറങ്ങിക്കോ. വാ, റൂമിൽ പോയി ഉറങ്ങ്. ഇവിടെ മമ്മക്ക് ഇവിടെ കടിച്ചോരി വൃത്തിയാക്കാണ്ട് സൗണ്ട് കേട്ട് എണിക്കും. അവിടെ പോയി ഉറങ്ങേ. എന്നാ ഒറ്റക്ക് ഉറങ്ങി കണ്ണടിച്ചെടുക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്തിട്ടാ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ അവൻ ഒറ്റയ്ക്ക് ഉറങ്ങുന്നൊക്കെ ഉറങ്ങും, ചില ദിവസങ്ങളിൽ അതേപോലെ തന്നെ എണിച്ച് വരും. ഇന്ന് എണിച്ച് വന്ന് ഞാൻ വീണ്ടും പോയി ഉറക്കി അവിടെ കിടത്തിയേക്കേട്ടാ. ഞാൻ എൻ്റെ വൃത്തിയാക്കൽ പരിപാടികളൊക്കെ കിടക്കട്ടെ. അപ്പോൾ എന്നത്തെ അങ്ങനെ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തൊക്കെ കേട്ടോ. കണ്ടില്ലേ, പാവം വേസ്റ്റ് കളയാൻ പോയപ്പോൾ സോറി സോറി. അവനക്ക് അങ്ങനെ ഞാൻ കരച്ചിലൊക്കെ കണ്ട കുറച്ച് കഴിഞ്ഞാൽ പാവം തോന്നി സോറിയൊക്കെ പറയട്ടാ. പക്ഷെ നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇമോഷൻസ് അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ അപ്പോൾ ദേഷ്യം പിടിക്കും, അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് സ്നേഹം ഭയങ്കര കൂടുതൽ അവനക്ക് എല്ലാവരോടും. അത് ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ
സ്നേഹം പ്രകടിപ്പിക്കുക, സോറി പറയുക, കിട്ടുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ അടിക്കലൊക്കെ ചീത്തോറിൽ ഭയങ്കര കുറവ്, അത്രയും ക്ഷമിച്ചു. എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഇങ്ങനെ, ഉമ്മക്ക് പിന്നെ അറിയാമല്ലോ, വീഡിയോ കോൾ വിളിക്കുമ്പോഴായാലും നാട്ടിൽ നിന്നാലും ഉമ്മക്ക് അതിൻ്റെ വ്യത്യാസം അറിയാമല്ലോ. ഉമ്മ പറയണേക്കാം ഇവിടെ വന്നിട്ട് ഭയങ്കര ക്ഷമിക്കും, നല്ലോ ക്ഷമിക്കണം, കാരണം ഇവിടെ വേറെ ആരുമില്ലല്ലോ, വെറുതെ ഇതാക്കണ്ട വിചാരിച്ചിട്ടാണ്. നാട്ടിൽ നിന്നൊക്കെ എപ്പോൾ അവന് ചീത്ത പോലെ അടിക്കലൊക്കെ അതിനെക്കാട്ടും കൂടുതലായിരുന്നു. അങ്ങനെ അപ്പോൾ ഇന്ന് കുറച്ചൊരു ഇമോഷൻ, കുറച്ച് ബ്രേക്ക് ഡൗൺ ആയ ദിവസമായിരുന്നു. കുഴപ്പമില്ല, എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും ഹാപ്പിയായി ചിരിച്ച് കളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, ചില ദിവസങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത്രക്കുള്ളൂ. ഇതാ ഞാൻ ക്ലീനൊക്കെ ആക്കിയപ്പോൾ ഇതാ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഇനി വെണിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അംഗവെട്ടുകൾ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.